ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഗ്രോത്തും റീപ്രൊഡക്ഷനും. ഈ മറ്റ് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഉള്ള ക്യാരക്ടേഴ്സ് അല്ലേ, ജീവനുള്ളവയിൽ കാണപ്പെടുന്ന പൊതു സ്വഭാവങ്ങളാണ്. നമ്മൾ റീപ്രൊഡക്ഷനും പറഞ്ഞു കഴിഞ്ഞു, ഗ്രോത്തും പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് സെല്ലുലാർ ഓർഗനൈസേഷൻ, മെറ്റബോളിസം, സെൻസ് എൻവയോൺമെൻറ്റ് ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഏതൊക്കെ സ്വഭാവങ്ങളാണെന്നുള്ളത് ഒന്ന് ഓടിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പറഞ്ഞതാണ്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്, പിന്നെ സെൻസ് എൻവയോൺമെൻറ്റ്. ഇതെല്ലാം കൂടെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം, ബട്ട് ദേ ആർ നോട്ട് ഡിഫൈനിങ് ഫീച്ചർ. നമുക്ക് അവരുടെ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗ്രോത്തും റീപ്രൊഡക്ഷനും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അവരുടെ തന്നെയാണെന്ന്? അല്ല. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇനി we can now study more features of living organisms. Another characteristics of life is metabolism. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മൾ പഠിക്കുന്ന സ്വഭാവമാണ് മെറ്റബോളിസം. വാട്ട് ഈസ് മെറ്റബോളിസം? അറിയാമോ? എന്താണ് മെറ്റബോളിസം എന്ന് പറഞ്ഞു? നിങ്ങൾ അതിന് മെറ്റബോളിസത്തിൻ്റെ മലയാളം എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മെറ്റബോളിസം? നമുക്കറിയാം, മെറ്റബോളിസം ഇല്ലാതെ ഒരു ജീവൻ നിലനിൽക്കത്തില്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ എൻ ഓർഗാനിസം. അതായത് ഏതൊരു ജീവി എടുത്താലും ആ ജീവിയുടെ ശരീരത്തിൽ ധാരാളം കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്, രാസപ്രവർത്തനങ്ങൾ അല്ലേ. ആ രാസപ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു സം ടോട്ടലാണ് മെറ്റബോളിസം എന്ന് നമ്മൾ പറയും. ഇനി എന്താണ് ഈ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഓരോ ജീവിയും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം അല്ലേ. ആ കോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്, ഒരു കോശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിൻ്റെ അകത്തുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലതരം മൂലകങ്ങൾ ചേർന്നാണ് ഏതൊരു വസ്തു ഉണ്ടായിരിക്കുന്നത്. ഇപ്പം അത് ലിവിങ് ആയാലും നോൺ ലിവിങ് ആയിട്ടുള്ളൊരു സാധനമായാലും അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പലതരം എലിമെൻറ്റ്സ് കൊണ്ടാണ്. ആ എലിമെൻറ്റുകളെല്ലാം ഇപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നൊക്കെ പറയുന്ന സൾഫർ അല്ലേ, അതേപോലുള്ള മൂലകങ്ങൾ ചേർന്നിട്ടാണ് പല തന്മാത്രകളും ഉണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു തന്മാത്രകളെക്കുറിച്ച് അല്ലേ. ആ തന്മാത്രകൾ ബയോമോളിക്യൂൾസ് എന്ന് പറയും. കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, അങ്ങനെ ധാരാളം കോമ്പൗണ്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പലതരം കെമിക്കൽസാണ്. ആ കെമിക്കലുകളെല്ലാം കൂടി ചേർന്നിട്ട് പലതരം കോമ്പൗണ്ടുകൾ ഉണ്ടാകുകയും ആ കോമ്പൗണ്ടുകളെല്ലാം നമ്മുടെ കോശങ്ങളിൽ പലതരം രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം സിന്തസൈസിങ് പ്രോസസ്സും ഉണ്ട്, ബ്രേക്ക് ഡൗൺ പ്രോസസ്സും ഉണ്ട്. അതായത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന അതായത് ശിഥിലീകരണ പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചെടികളുടെ കാര്യം എടുത്തു കഴിയുമ്പോൾ ചെടികൾ കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കുന്നുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർത്ത് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ സ്റ്റാർച്ച് നിർമ്മിക്കുന്നു അല്ലേ. ഈ സ്റ്റാർച്ച് എല്ലാം എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് അവരുടെ ആവശ്യത്തിനൊക്കെ എടുത്തു കഴിഞ്ഞ് ബാക്കി അവർ സംഭരിച്ച് വെക്കുന്നു അല്ലേ. കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ധാന്യങ്ങളായാലും ഇലയിലായാലും എല്ലായിടത്തും അവർ തണ്ടിലായാലും ഒക്കെ അവർ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടും ഒക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ഈ ആഹാരമാണ് നമ്മൾ
നമ്മൾ ഉപയോഗിക്കുന്നത്, ആനിമൽസ് ഉപയോഗിക്കുന്നത്. ഈ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ അതിന് ദഹനം നടക്കുന്നു, മെറ്റബോളിസം അവിടെ നടക്കുന്നുണ്ട്. ഈ ഫുഡ് മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പല രാസപ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത്. കാർബോഹൈഡ്രേറ്റിനെ കൊണ്ടുപോയി ബ്രേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുകയും അതിൻ്റെ അകത്തെ ഊർജം നമ്മൾ സ്വീകരിക്കുകയും ആ ഊർജം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇതെല്ലാം നടക്കുന്നത് കോശങ്ങളുടെ ഉള്ളിൽ വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ ഒക്കെ ഈ ഒരു കോശത്തിനുള്ളിൽ നടക്കാറുണ്ട്. നമ്മൾ മൈറ്റോകോൺട്രിയയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. മൈറ്റോകോൺട്രിയയിലാണ് പലതരം പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. നമ്മൾ ക്രെബ്സ് സൈക്കിൾ, ATPയുടെ നിർമ്മാണം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. രാസപ്രവർത്തനങ്ങൾ, മെറ്റബോളിസം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമ്മളത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മൾ എന്താണ് മെറ്റബോളിസം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നോക്കിയേ, all living organisms are made up of chemicals. The sum total of all the chemical reactions occurring in our body is metabolism. The sum total of all the chemical reaction in our body is metabolism. There are thousands of metabolic reactions occurring simultaneously inside all living organisms. അല്ലേ, നമ്മുടെയൊക്കെ ശരീരത്തിൽ, എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരേ സമയം ആയിരക്കണക്കിന് അല്ലെ 10,000-കണക്കിന് കെമിക്കൽ റിയാക്ഷനുകൾ നമ്മുടെ കോശങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നമ്മളുടെ ജീവൻ നിലനിർത്തി തന്നെ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള ഊർജം കിട്ടുന്നത്, നമുക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഒക്കെ അങ്ങനെയാണ് നടക്കുന്നത്. മെറ്റബോളിസമാണ്. അപ്പോൾ ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജീവനുള്ളവയിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. നോ നോൺ ലിവിങ് ഓബ്ജക്ട്സ് എക്സിബിറ്റ് മെറ്റബോളിസം. അതായത് നോൺ ലിവിങ് ഓബ്ജക്ട്സിലൊന്നും നമുക്ക് എന്ത് കാണാൻ കഴിയത്തില്ല? മെറ്റബോളിസം കാണാൻ കഴിയത്തില്ല. മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽ ഫ്രീ സിസ്റ്റംസ്. അതായത് ഈ രാസപ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു ലാബിലോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തോ അല്ലെങ്കിൽ സെല്ലില്ലാതെ തന്നെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ലാബുകളിൽ ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് സ്റ്റാർച്ച് എടുത്ത് വെക്കുന്നു. അത് ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സലൈവ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു. സലൈവ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റാർച്ചിനെ ആ സലൈവയ്ക്കകത്തുള്ള സലൈവറി അമലൈസ് അതിനെ കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ചിനെ ബ്രേക്ക് ചെയ്ത് മാൾട്ടോസ് പോലെ ഉള്ള കോമ്പൗണ്ട്സ് ആക്കി അത് മാറ്റാറുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റാർച്ച് ഉള്ളപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് നമ്മൾ അയഡിൻ ഒഴിക്കുമ്പോൾ നീല കളറാവും എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ സലൈവ, അതായത് നമ്മുടെ ഉമ്മനീര് നമ്മൾ അല്പം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ സ്റ്റാർച്ചിൻ്റെ അയഡിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നീല കളർ കിട്ടുമോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് സ്റ്റാർച്ച് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് പോയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അങ്ങനെയുള്ള ടെസ്റ്റുകൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ലാബുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ച് ഇത് ജീവനുള്ള വസ്തുവാണോ? അല്ല. ജീവനുള്ളവയിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ? മെറ്റബോളിക് റിയാക്ഷൻസ് കാണത്തുള്ളൂ. അപ്പോൾ എല്ലാ മെറ്റബോളിസം എങ്ങനെയാണ്? സെല്ലിനുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഹെൻസ് സെല്ലുലാർ ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ സെല്ലിൻ്റെ അകത്ത് ഏതൊരു ജീവിയുടെ നമ്മൾ സെല്ലെടുത്താലും എല്ലാവരുടെയും എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇപ്പോൾ പ്ലാന്റ് സെൽ ഒരേപോലെയാണ് ഇരിക്കുന്നത്, ആനിമൽസ് വേറൊരു ടൈപ്പിലാണ് ആനിമൽ സെല്ലിരിക്കുന്നത്. അപ്പോൾ അവരിലെല്ലാം നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ബോഡി ഈസ് ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ദ ലൈഫ് ഫോംസ്. സെല്ലിൻ്റെ ഘടനയും സെല്ലിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒരേപോലെയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ലിവിങ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറാണ്. ആദ്യത്തെ ക്യാരക്ടർ നമ്മൾ പറയും മെറ്റബോളിസം. ഈ മെറ്റബോളിക് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരേപോലെയാണ് നടക്കുന്നത് അല്ലേ. എല്ലായിടത്തും ഒരുപോലെയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ജീവനുള്ളവയിലാണ് ഇതെല്ലാം, ഈ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടക്കുകയും ആ സെല്ലിൻ്റെ അകത്തെ ഘടനയും എല്ലാം ഒരുപോലെയാണെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ഇറ്റ് ഈസ് ദ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ ഓഫ്
ലൈഫ് ഫോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് മെറ്റബോളിസം ആൻഡ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലിൻ്റെ ഘടനയൊക്കെ നമ്മൾ വീണ്ടും കൂടുതലായിട്ട് എങ്ങനെയാണ് ഓരോ സെല്ലിൻ്റെയും പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അല്ലെ ഓരോ സെൽ ഓർഗനൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ അവരുടെ ഫങ്ഷനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, നമ്മളിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടറാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോധം ഉണ്ടാകും, നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന ഒരു എബിലിറ്റി ടു സെൻസ്, അല്ലേ, ദർ സറൗണ്ടിങ്സ് എൻവയോൺമെൻറ്റ്, സറൗണ്ടിങ്ങും അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്, അല്ലേ. അപ്പോൾ എന്താണ് കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാസ് ദ എബിലിറ്റി ടു സെൻസ് ദർ സറൗണ്ടിങ് ഓർ എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് വിച്ച് കുഡ് ബി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ. അപ്പോൾ ഒരു ജീവിയുടെ, എല്ലാ ജീവിയുടെ, ഓൾ ലിവിങ് ഓർഗാനിസം ഹാസ് ദ എബിലിറ്റി ടു സെൻസ്, അല്ലേ, അറിയാൻ പറ്റും, അവർക്ക് അറിയുന്നുണ്ട്, എന്തിനെയൊക്കെ അറിയുന്നുണ്ട്, ദർ സറൗണ്ടിങ്സ്, ദർ എൻവയോൺമെൻറ്റ്, അവരുടെ ചുറ്റുപാടിനെക്കുറിച്ചും അവരുടെ ചുറ്റിലുള്ള എൻവയോൺമെൻറ്റ് പ്രകൃതിയെക്കുറിച്ചും ഒക്കെ അവർക്ക് ചുറ്റുപാടിനെക്കുറിച്ചും അറിയാൻ പറ്റുന്നുണ്ട്, അല്ലേ. ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ, പുറത്തെന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ലേ, ഇപ്പം നമ്മൾ അന്തരീക്ഷത്തിൽ ചൂടാണ്, അല്ലെ നമ്മുടെ അടുത്തൊരാൾ നിൽപ്പുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരാൾ നിൽക്കുന്നു, അല്ലെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലേ. നമ്മുടെ ചുറ്റിനും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കും, നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്, അല്ലേ. അതൊക്കെ വെച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വരാം, കെമിക്കൽ കാരണങ്ങളാകാം, അല്ലെ ബയോളജിക്കലായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് നമുക്ക്. അപ്പോൾ എല്ലാ ജീവികൾക്കും ഇങ്ങനെയുള്ള എബിലിറ്റി ടു സെൻസ് ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോൺസ് ടു ദ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് വിച്ച് കുഡ് ബി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ, ബാഹ്യമായിട്ടുള്ളതോ കെമിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ബയോളജിക്കൽ. അതിനൊക്കെ ഓരോന്നിനും നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട്, തണുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കെമിക്കലിനെ നമ്മൾ തൊട്ടു, നമുക്കറിയാലോ. ഇപ്പോൾ പല ജീവികൾ, ഇപ്പോൾ മനുഷ്യൻ്റെ വെച്ച് പറഞ്ഞതുകൊണ്ടാണ് മറ്റ് ജീവികൾ, ഇപ്പോൾ നമുക്ക് അറിയാം മണ്ണിര, അല്ലേ. മണ്ണിരയൊക്കെ നമ്മൾക്കറിയാം, മണ്ണിര സാധാരണ വെയിലത്തൊക്കെ വന്ന് കിടക്കുമോ മണ്ണിര? ഇല്ല. ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ പോയി കിടക്കാറുണ്ട്, അല്ലേ. നമ്മൾ ഈ മണ്ണിരയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിചാരിക്കും ഇത് ഒത്തിരി മണ്ണിര ആയാൽ നമുക്ക് ചെടികളൊക്കെ നടുമ്പോൾ ഒക്കെ അവർ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെ ഓടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ശകലം ഉപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഉപ്പ് വാരിയിടുന്നത്, ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി, ഇതിന് സെൻസ് ചെയ്യാൻ അതിന് പറ്റും. അങ്ങനെ ബയോളജിക്കലായിട്ടും കെമിക്കൽ, ഫിസിക്കലൊക്കെ കാര്യങ്ങൾ അവർക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള കഴിവ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു പടം നോക്കിയാൽ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ, തൊട്ടാവാടി, ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന തൊട്ടാവാടിയുടെ ഇലയിൽ തൊട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇലകൾ ചുരുണ്ട് പോകുന്നത് കാണാം, അല്ലേ, മടങ്ങി പോകുന്നത് കാണാം. അപ്പോൾ പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും എല്ലാവർക്കും ആ കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വി സെൻസ് അവർ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻ, നമുക്ക് ഈ ചുറ്റുപാടിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഗേറ്റ് വേ ആണ്, അല്ലേ, വാതിലാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉള്ളതായിട്ട് നമുക്കറിയാം, ഇല്ലേ. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, അല്ലേ. കൈയല്ല, ത്വക്കാണത്, ത്വക്ക് ഉദ്ദേശിച്ചത്. അപ്പോൾ 5 സെൻസ് ഓർഗൻസ്, ഈ 5 സെൻസ് ഓർഗൻസിന് വഴിയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും മണമറിയുകയും രുചി അറിയുകയും നമ്മുടെ ചുറ്റുപാടിനെ തൊട്ടറിയുകയും ഒക്കെ ചെയ്യുന്നത് ഈ സെൻസ് ഓർഗൻസ് വഴിയാണ്, അല്ലേ. അപ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ട്, കോൺഷ്യസ്നെസ് കിട്ടാറുണ്ട്. ഇനി നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞാലോ. പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ ആൻഡ് അതർ ഓർഗാനിസംസ്, പൊല്യൂട്ടൻസ് എക്സെട്ര. നമ്മൾ ഈ പടമൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൻ്റെ തണ്ട്, ഇപ്പോൾ ഒരു ചെടിച്ചട്ടി ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾ ചരിച്ചിട്ട് നോക്കുക, നമുക്കറിയാം വെയിലുള്ള ഭാഗത്തേക്കത് വളരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തണ്ടും ഇലയും എല്ലാം നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയും, അതായത് മണ്ണിൽ കിടക്കാതെ അവർ മുകളിലോട്ട് വളരുന്നു, അല്ലേ.
അതേസമയം അതിൻ്റെ വേര് ഇവിടെ ഉണ്ടെങ്കിൽ വേര് എവിടേക്കാണ് പോകുന്നത്? ഭൂമി തേടി പോകും, അല്ലെ വെള്ളം ഉള്ളിടത്തേക്ക് ഇറങ്ങിപ്പോകും. അതിനെ നമ്മൾ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം ഫോട്ടോട്രോപ്പിക്, പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കാണ് ഇലകൾ, നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കാണ് വേര്. ഇതെല്ലാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാം പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നതാണ് അല്ലേ. ലൈറ്റിന് നേരെ പോകുന്നു ഇല, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ നേരെ അതിൻ്റെ തണ്ട് പോകുന്നു, വെള്ളത്തിൻ്റെ അടുത്തേക്ക് വേര് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓൾ ഓർഗാനിസംസ് ഫ്രം ദ പ്രോകാരിയോട്സ് ടു ദ മോസ്റ്റ് കോംപ്ലക്സ് യൂകാരിയോട്സ് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു ദ എൻവയോൺമെൻറ്റൽ ക്യൂസ്. നമുക്കറിയാം പ്രോകാരിയോട്സ് യൂകാരിയോട്സ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സെല്ല് മാത്രമേ കാണൂ. ആ സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് നമ്മൾ, അല്ലെ ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. അതേസമയം ഒരു ഡിസ്റ്റിങ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള കോശങ്ങളുള്ള ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയും. അപ്പോൾ താണതരം ജീവികളാണ്, ബാക്ടീരിയ ഒക്കെ പോലുള്ള ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയും. അപ്പോൾ വ്യക്തമായിട്ട് അവരെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇങ്ങനെയുള്ള പ്രോകാരിയോട്സ് എന്ന് പറയുന്ന താണതരം ജീവികളായാലും വലിയ കോംപ്ലക്സ് ജീവികളായാലും എല്ലാവർക്കും എന്തിനുള്ള കഴിവുണ്ട്? ദേ ക്യാൻ റെസ്പോണ്ട്, അല്ലെ ദേ ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു ദ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് അല്ലേ. എല്ലാ അവസ്ഥകളെയും അവർക്ക് തിരിച്ചറിയാൻ പറ്റുകയും അതിനനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യും. ജീവനുള്ള വസ്തുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? സെൻസ് ചെയ്യുകയും ചെയ്യും, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് സെയിം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓൾ ഓർഗാനിസംസ് ഹാൻഡിൽ കെമിക്കൽസ് എൻറ്ററിങ് ദെയർ ബോഡി അല്ലേ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കെമിക്കൽസ് എൻ്റർ ചെയ്താൽ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ അറിയാൻ പറ്റും. ഓൾ ഓർഗാനിസംസ് ദെർഫോർ ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ് അല്ലേ. നമ്മുടെ ചുറ്റുപാടിനെ കഴിയും. ഇപ്പം നമുക്കൊരു അതിന് എന്തെങ്കിലും ഒരു മണം നമ്മുടെ ശരീരത്തിൽ, അതിന് മണം അറിയുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ മൂക്കിൽ കൂടി കയറി, അപ്പം നമുക്കറിയാൻ പറ്റും ഇത് നല്ല മണമാണ് അല്ലെ ചീത്ത മണമാണ് അല്ലേ. അതുപോലെ വായിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കയ്പുള്ള സാധനം ഇട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് നമ്മൾ അവെയർ ആയിരിക്കും എല്ലാ ഓർഗാനിസംസും. പക്ഷേ മനുഷ്യന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ദ ഹിംസെൽഫ് അല്ലേ. അവനവനെക്കുറിച്ചുള്ള ബോധം ഉള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റ് മൃഗങ്ങൾക്കൊക്കെ ചുറ്റുപാടിനെക്കുറിച്ച് അവെയർ ആയിരിക്കും അവർ, പക്ഷേ അവരെക്കുറിച്ച് അവർ അവെയർ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ, മനുഷ്യർ നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോയി കണ്ണാടിയിൽ നോക്കും അല്ലേ. നമ്മളുടെ രൂപം എങ്ങനെയാണ്, നമ്മുടെ മൂക്ക് എങ്ങനെയാണ്, നമ്മുടെ കണ്ണെങ്ങനെയാണ്, നമ്മൾ സുന്ദരിയാണോ സുന്ദരനാണോ എന്നൊക്കെ ഉള്ള ആ അവെയർനെസ്, സെൽഫ് അവെയർനെസ് നമുക്ക് ആരിൽ മാത്രമേ ഉള്ളൂ? ഹ്യൂമൻ ബീയിങ്ങിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു ജീവികൾക്കും അങ്ങനെ സെൽഫ് അവെയർനെസ് ഇല്ല. സ്വന്തമായിട്ട് അവരെക്കുറിച്ച്, അവരുടെ ബോഡിയെക്കുറിച്ചൊക്കെ അവർ അവെയർ ആക്കുന്നത് മനുഷ്യനിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതാണ് കോൺഷ്യസ്നെസ്. അപ്പോൾ നമുക്ക് കോൺഷ്യസ്നെസ്സിനെ എന്ത് പറയാം? കോൺഷ്യസ്നെസ് ദെർഫോർ ബിക്കം ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് തിങ്ങിന് മാത്രമേ ഉള്ളൂ ഈ സെൻസ് ചെയ്യാനുള്ള എബിലിറ്റിയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റിയുള്ളത് അല്ലേ. നോൺ ലിവിങ് സബ്സ്റ്റൻസിനൊന്നുമില്ല അങ്ങനെ പ്രതികരിക്കാനുള്ള റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു കോമൺ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ലിവിങ് ഓർഗാനിസത്തിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, അതുപോലെ കോൺഷ്യസ്നെസ്. ഇനി ഈ മനുഷ്യൻ്റെ കാര്യം നമ്മൾ മറ്റു മൃഗങ്ങളുടെയൊക്കെ പോലെ അല്ല. മനുഷ്യനൊരു ഇച്ചിരി ഡിഫിക്കൽട്ടാണ് അവരെക്കുറിച്ച്, അവരുടെ ലിവിങ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനൊരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 1-2 എക്സാമ്പിൾസ് പറയുന്നുണ്ട് എന്തൊക്കെ കേസുകളിലാണ് മനുഷ്യൻ്റെ അവസ്ഥകളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത്. When it comes to human being, it is all the more difficult to define the living system, living state. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, നമുക്ക് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലും അല്ലെ വാർത്തകളിലും അല്ലെ നമ്മുടെ വീട്ടിലോ ഒക്കെ നമ്മളിത് ഒബ്സർവ് ചെയ്യാറുണ്ട്. വി ഒബ്സർവ് പേഷ്യൻസ് ലൈയിങ് ഇൻ കോമ ഇൻ ഹോസ്പിറ്റൽസ് വിർച്വലി സപ്പോർട്ടഡ് ബൈ ദ മെഷീൻസ് വിച്ച് റീപ്ലേസ്
വിച്ച് റീപ്ലേസ് ഹാർട്ട് ആൻഡ് ലങ്സ്, അല്ലേ? എന്തെങ്കിലും കോമ സ്റ്റേറ്റിൽ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാൻ ഇടയായിട്ടില്ലേ പോലും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? കോമ സ്റ്റേറ്റിൽ എന്തെങ്കിലും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പോലുള്ള പിന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളുടെ ഹാർട്ടൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാർട്ട് റീപ്ലേസ് ചെയ്യുമ്പം നമ്മുടെ ജീവനെ നിലനിർത്താൻ വേണ്ടി ഹാർട്ട് ലങ് മെഷീൻസ് ഒക്കെ ഘടിപ്പിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അവസ്ഥകൾ ആ സമയത്ത്, അങ്ങനെയുള്ള സമയത്ത്. അതുപോലെ പേഷ്യൻസ് ഈസ് അതർവൈസ് ബ്രെയിൻ ഡെത്ത്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ആക്സിഡൻസ് ഒക്കെ വന്നിട്ട് ഈ കോമ സ്റ്റേറ്റിൽ കിടക്കും. അവരുടെ ഉള്ളിൽ അവരുടെ ജീവനുണ്ടെങ്കിലും പക്ഷെ അവരുടെ ബ്രെയിൻ ഡെഡ് ആയിരിക്കും. അവർ സെൻസ് ചെയ്യത്തില്ല, അവരിങ്ങനെ ഒരുമാതിരി ചത്ത പോലെ തന്നെ കിടക്കുകയാണ്. പക്ഷെ അവരുടെ ബോഡിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലുകൾക്കെല്ലാം ജീവനുണ്ട്, പക്ഷെ ബ്രെയിൻ മാത്രം ഡെഡായിട്ട്. നമ്മൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടത്തത്തില്ലേ, അവയവദാനമൊക്കെ നടത്തുന്ന ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ആൾക്കാർ, അവർ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല, അവരുടെ ബ്രെയിൻ മാത്രം ഡെഡായി പോയിട്ടുണ്ട്. ആ അവസ്ഥയാണ്, ആ അവസ്ഥയിലുള്ള കണ്ടീഷൻ. പിന്നെ അതുപോലെ ദ പേഷ്യൻ്റ് ഹാസ് നോ സെൽഫ് കോൺഷ്യസ്നെസ്. നമുക്കറിയാം പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഒത്തിരി പ്രായമാവുന്ന ആളുകൾക്ക് അവരുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അവർക്കൊന്നും അവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ, അല്ലെ അവർക്ക് ഒന്നും പ്രതികരിക്കാൻ ഒക്കത്തില്ല. അവർക്ക് വേണ്ട എല്ലാ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലേ? അവരെ ആഹാരം കൊടുക്കുക, അവരെ വാ കഴിക്കുക, അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കുക, അല്ലേ? അവർക്കൊരു ബോധം, സെൽഫ് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മൾ എടുക്കുമ്പോൾ, അതായത് ആശുപത്രിയിൽ കോമ സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരാൾ, അല്ലെ ബ്രെയിൻ ഡെത്തായ ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്രായമുദ്രയായോ അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥ, ആർ സച്ച് പേഷ്യൻസ് ഹു നെവർ കം ബാക്ക് ടു നോർമൽ ലൈഫ്, ലിവിങ് ഓർ നോൺ ലിവിങ്. ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ ജീവനുള്ളവരാണോ ജീവനില്ലാത്തവരാണോ? അതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു നമുക്കൊരു സംശയമാണ്, അല്ലേ? അവരിങ്ങനെ നമ്മൾ പറയത്തില്ലേ, ചത്ത പോലെയാണ് കിടക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതേപോലെ എന്നാൽ ജീവൻ ഉണ്ട് താനും, അതേസമയം ജീവനില്ലാത്ത പോലെ കിടക്കുകയും ചെയ്യുകയാണ്, അല്ലേ? ആ ഒരു അവസ്ഥ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻ ഹ്യൂമൻ കേസസ്, ഹ്യൂമൻ്റെ കേസ്, മറ്റ് മൃഗങ്ങളിലൊക്കെ ഈ അവസ്ഥ ഉണ്ടായാൽ നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല, അവരവർ കുറേ നാൾ കിടന്നിട്ട് ആഹാരം ഇല്ലാതെ അവർ മരിച്ചു. ഇപ്പം മനുഷ്യൻ അവെയർ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ജീവൻ നിലനിർത്തി ചിലപ്പം പോകുമായിരിക്കും. അപ്പോൾ ഇവിടൊക്കെയുള്ള ഇങ്ങനെയുള്ള അവസ്ഥകൾ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവർ ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഡിഫൈൻ ചെയ്യാൻ. അപ്പം അതുപോലെ നമുക്കറിയാം all living phenomenon are due to underlying interactions, അല്ലേ? Properties of tissues are not present in the constituent cell but arise as a result of interaction among the constituent cells. അതായത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് സെല്ലിൻ്റെ കാര്യം, അല്ലേ? എല്ലാ ജീവികളുടെയും സെല്ല് നമുക്കറിയാം. ഒരു സെല്ല് എന്ന് പറയുമ്പം ആ സെല്ലിൻ്റെ അകത്തൊരു ന്യൂക്ലിയസ് കാണും, സെൽ ഓർഗനൽസ് കാണും, അല്ലേ? അതെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരാമണ്ണം ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അത് ഒരു സെല്ലിൻ്റേതായിട്ടുള്ള പ്രവർത്തനം. അങ്ങനെയുള്ള പല സെല്ലുകൾ ചേർന്നാണ് കലകൾ ഉണ്ടാകുന്നത്, അല്ലെ ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ആ ടിഷ്യൂസ് ഒന്നിച്ച് ചേരുമ്പോൾ, അതായത് ഈ സെല്ലുകൾ ചേർന്നൊരു ടിഷ്യൂസ് ആകുമ്പോൾ അവർക്ക് വേറൊരു പ്രവർത്തനമായിരിക്കും. അതായത് അവരെല്ലാം ഒന്നിച്ച് ചേരുമ്പോൾ ചില പ്രത്യേകതരം സ്വഭാവങ്ങൾ രൂപപ്പെടും. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഗ്രന്ഥികൾ എടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ഉമ്മനീര് ഗ്രന്ഥി, അല്ലേ? ഉമ്മനീർ ഗ്രന്ഥി നമ്മുടെ വായുടെ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉമ്മനീർ ഗ്രന്ഥിയിലെ കോശങ്ങളാണ് ഉമ്മനീർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അതിൽ എൻസൈമുകൾ കാണും, പിന്നെ വെള്ളം കാണും, അല്ലേ? അങ്ങനെ എല്ലാം ആ ഉമ്മനീരിൽ കാണും. അപ്പോൾ ഈ ഉമ്മനീർ കോശങ്ങളുടെ ആ കലയിലുള്ള എല്ലാ കോശങ്ങളും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ ഗ്രന്ഥി പ്രവർത്തിക്കുന്നു, അല്ലേ? അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആ സെല്ലിനെ നമ്മളെടുത്ത് നോക്കിയാൽ അവർക്ക് ഉമ്മനീര് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവരൊന്നിച്ച് കൂടി ഒരു കലയായിട്ട് മാറുമ്പോൾ, അല്ലെ ഒരു ടിഷ്യൂ ആയിട്ട് മാറുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, അവരുടെ പ്രോപ്പർട്ടി അവിടെ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ കോൺസ്റ്റുവൻറ്റ് സെൽസ്. ആ സെല്ലുകളെ നമ്മളെടുത്ത് നോക്കിയാൽ ആ ടിഷ്യൂസിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ എമംഗ് ദി
കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സെല്ലുകളുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടായിരിക്കാം ചിലപ്പം ആ ഗ്രന്ഥിയിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യവും നമ്മുടെ ഓരോ സെല്ലുകളും ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്ന ഇങ്ങനെ കൂട്ടായ്മ കൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രാക്ഷൻ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഡൈജഷൻ ആയാലും റെസ്പിറേഷൻ ആയാലും ഒക്കെ നടക്കുന്നത് കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു സെല്ലിനെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുകയാണ്. Similar properties of cell organelles are not present in the molecular constituents of this organelle but arises as a result of interaction among the molecular components comprising the organelles. അതായത് സെല്ലിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടെന്നും അവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരു സെല്ലിൻ്റെ ഫുൾ പ്രവർത്തനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഒരു സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുകയും ആ ടിഷ്യൂസുകൾ ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാകുകയും ഓർഗനുകൾ ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുകയും അല്ലേ. അപ്പം ഓർഗൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഓർഗൻ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ. മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഓർഗൻസ് കോശങ്ങൾ ചേർന്നിട്ട് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്നിട്ട് അവയവ സിസ്റ്റംസ് ആയിട്ടുണ്ടാകുന്നു ഇല്ലേ. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റംസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ആണ് ഒരു ലിവിങ് സിസ്റ്റം നമ്മൾ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത്. ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു സെല്ല് വിചാരിച്ച കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഒരു ജീവൻ നിലനിർത്തി പോകുന്നത്. ഇനി ഇത്രയൊക്കെ പഠിച്ചതിൻ്റെ അകത്തുനിന്ന് എന്താണ് വാട്ട് ആർ ലിവിങ് ഓർഗാനിസം എന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരൊറ്റ സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം വാട്ട് ഈസ് എ ലിവിങ് ഓർഗാനിസം? ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിങ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇൻട്രാക്റ്റീവ് സിസ്റ്റംസ് കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതായത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മീൻസ് റീപ്രൊഡ്യൂസ് ചെയ്യുക. അത് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കുക. ഇവോൾവിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ് ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലേ. പല സെൻസ് ഓർഗൻസ് ഉണ്ട്, അല്ലെ ചുറ്റുപാടിനെ കുറിച്ച് അറിഞ്ഞ് നിയന്ത്രിച്ച് നമ്മുടെ ശരീരം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും അല്ലേ. ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിന് ആ സിസ്റ്റം കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. സെൽഫ് റെഗുലേറ്റിംഗ് ആണ്, ഇൻട്രാക്റ്റീവ് സിസ്റ്റമാണ്, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. പുറമേ ഉള്ള ഉദ്ദീപനങ്ങളിൽ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവുള്ളവരെയാണ് നമ്മൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് അല്ലേ. അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇവോൾവ് ചെയ്ത് വരാനുള്ള കഴിവുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്, അവരുടെ സെൽഫ് കൺട്രോൾ ഉണ്ട്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവരുടെ ബോഡിയിൽ അല്ലേ. ഓരോ ജീവനുള്ളവയിൽ നിന്ന് നമുക്കറിയാം സെല്ലുകൾ ഇൻട്രാക്ട് ചെയ്യുന്നു, ടിഷ്യൂസ് ഇൻട്രാക്ട് ചെയ്യുന്നു, ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. ഓർഗൻസ് എല്ലാം അവർ പ്രവർത്തിക്കുകയാണ്. പിന്നെ അതുപോലെ ദേ ആർ കേപ്പബിൾ ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വായിച്ചു പോകാനുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് ലിവിങ് സിസ്റ്റത്തിനെ കുറിച്ചും അല്ലെ ലിവിങ് ഓർഗാനിസത്തിന് ലിവിങ് സാധനം അല്ലെ ലിവിങ് ഓർഗാനിസം എന്താണെന്ന് മാത്രം, എന്താണ് അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വളരുന്നത് എന്നൊക്കെ ഉള്ളൊരു ജനറൽ അവയർനെസ് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ഇന്നവരെ ചോദിച്ചിട്ടില്ല. ഇനി ക്വസ്റ്റ്യനൊക്കെ വരുന്ന ഭാഗം എത്തുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് പുസ്തകമുള്ളവർ ഒന്ന് വായിച്ചെടുക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട് വായിക്കാൻ വേണ്ടിയുള്ളൊരു ചാപ്റ്ററാണത്.
വെറുതെ വായിക്കുക, 1-2 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആ ഭാഗത്ത് പ്രതീക്ഷയില്ലാത്ത ഒരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനിയുള്ള അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നിടത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ.